നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നെടുമ്പുര സ്വദേശികളായ 12 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കും 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവോടെ അർജന്റീന മികച്ച തുടക്കം കുറിച്ചതിൽ ആവേശത്തോടെയാണ് ആരാധകർ. ബാഴ്സയിൽ തുടങ്ങി അർജന്റീനയിലേക്കും പിന്നെ ഇന്റർ മിയാമിയിലേക്ക് എത്തി നിൽക്കുന്ന മെസ്സിയുടെ വിജയഗാഥ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും ഇത് അധിക പ്രസംഗമാണ്. കാരണം നമ്മള് ഓരോ നിമിഷവും ഇൻസ്പയർ ചെയ്ത് ലൈഫിൽ എപ്പോഴൊക്കെ ഡൗൺ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സിയുടെ ലൈഫ് ഓർത്താൽ മതി. ആ 2014 ട്രോഫിയിലേക്ക് നോക്കി നിൽക്കുന്ന ആ ചിത്രം മതി. 22ലേക്കുള്ള വളർച്ചയിലേക്കുള്ള നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ അതിൽ കൂടുതൽ വേറെ ആവശ്യമൊന്നുമില്ല. പുതുക്കാട് അർജന്റീന ഫാൻസ് ഒരുക്കിയ ലയണൽ മെസ്സിയുടെ കൂറ്റൻ ഫൈബർ പ്രതിമ ആകർഷകമായി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പുളിക്കൻ ജോർജ് പോൾസന്റെ വസതിക്ക് മുന്നിലാണ് 10 അടി ഉയരത്തിൽ മെസ്സിയുടെ ഫൈബർ രൂപം തീർത്തത്. ആനക്കല്ല് PG ക്രിയേഷൻ സ്റ്റാച്യു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഫൈബർ രൂപം ഒരുക്കിയെടുത്തത്. ആഘോഷങ്ങൾ അലതല്ലിയ ചടങ്ങിൽ മെസ്സിയുടെ കട്ട ഫാൻസായ പുതുക്കാട് സെന്റ് ആന്റണീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ ഐനിക്കൽ, ഡീക്കൻ ആശിഷ് കൊമ്പൻ എന്നിവർ ചേർന്ന് പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. അർജന്റീന താരങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്ത കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ട അർജന്റീന ആരാധകർ വാമോസ് അർജന്റീന വിളികളോടെയാണ് ലോകകപ്പിന്റെ ആവേശത്തിൽ അമർന്നത്. നിരവധി പേരാണ് മെസ്സിയുടെ പ്രതിമ കാണാനും മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുമായി എത്തുന്നത്. ജിജിൻ പോളിന്റെ നേതൃത്വത്തിലാണ് അർജന്റീന ആരാധകർ ആഘോഷം സംഘടിപ്പിച്ചത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളെ കാപ്പ ചുമത്തി. ഊരകം സ്വദേശികളായ വരാപ്പുള്ളി വീട്ടിൽ ശ്രീജിത്ത്, വരാപ്പുള്ളി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശ്രീജിത്ത് വീടുകയറി ആക്രമണം നടത്തി സ്ത്രീക്ക് മാനഹാനി വരുത്തിയ കേസിലും വീടുകയറി ആക്രമണം നടത്തിയ കേസിലും ഊരകം സിനിമാ തിയേറ്ററിൽ വെച്ച് മദ്യപിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സിനിമ കാണാൻ വന്നയാളെ ആക്രമിച്ച കേസിലും ഒരു അടിപിടി കേസിലുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അഭിജിത്ത് വീട് കയറി ആക്രമണം നടത്തി സ്ത്രീക്ക് മാനഹാനി വരുത്തിയ കേസിലും വീടുകയറി ആക്രമണം നടത്തിയ കേസിലുമടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, ASI ജ്യോതിഷ് കുമാർ, CPO മുഹമ്മദ് എന്നിവർ പ്രധാന പങ്ക് വഹിച്ചു. ആരോഗ്യമേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാനം ഗവൺമെന്റ് നയങ്ങൾ നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്നാരോപിച്ച് CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, അമ്പിളി വേണു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, PR പ്രസാദൻ, MR രഞ്ജിത്ത, EK അനൂപ, സരിത രാജേഷ്, KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ ഗവൺമെന്റിനെതിരെ സമരവുമായി CPM ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പൊലിമ പുതുക്കാട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെന്മണിക്കര പഞ്ചായത്ത് 15-ാം വാർഡിൽ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്തംഗം സുജിത്തിന്റെ നേതൃത്വത്തിൽ ദീഷ്മ, ആതിര, ലേഖ എന്നിവർ ചേർന്നാണ് ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ കൃഷിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ആതിര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുബ്രഹ്മണ്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ പത്മാദേവി എന്നിവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുക്കാട് GVHSSൽ
ആന്റി ഡ്രഗ് അവയർനെസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയോടനുബന്ധിച്ചായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പുതുക്കാട് എസ് ഐ ലിയാസ് നിർവഹിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO യദുകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു പ്രസംഗിച്ചു. ടൂർണമെന്റിനോടനുബന്ധിച്ച് സ്കൂളിലെ LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,370 രൂപയും പവന് 1,06,960 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പിള്ളി ജനതാ UP സ്കൂൾ മുൻ അധ്യാപകൻ തണ്ടാശ്ശേരി തങ്കപ്പൻ മാസ്റ്റർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4-ന് വീട്ടുവളപ്പിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.